ഹായ്, ഇന്ന് നമുക്ക് തനി നാടൻ രീതിയിൽ തേങ്ങ വറുത്തരച്ച മുരിങ്ങക്ക തീയൽ തയ്യാറാക്കിയാലോ? വരൂ, എങ്ങനെയാണെന്ന് നോക്കാം. അതിനാദ്യം വേണ്ടത് ഒരു മുറി തേങ്ങയാണ്. ഇത് മിക്സിയിൽ പൊടിച്ചിട്ട് ഞാൻ ചേർത്തതാണ്, വറുക്കാൻ എളുപ്പത്തിന് വേണ്ടി. പിന്നെ അതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായ മുളക്, കുറച്ച് കുരുമുളക്, അത് തേങ്ങ വറുക്കുന്നതിനെല്ലാം ചേർക്കും. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു പിടി കറിവേപ്പില. പിന്നെ ഇതിലേക്ക് വേണ്ടത് മല്ലിയാണ്. 2 സ്പൂൺ മല്ലിയാണ് ഞാൻ ചേർത്തത്. അതും കൂടെ ചേർത്തിട്ട് നമുക്കിത് അടുപ്പിലേക്ക് വയ്ക്കാം. ഇത് 2 സ്പൂൺ മല്ലി വേണം. മല്ലി ഇങ്ങനെ ഈ തേങ്ങയോടൊപ്പം വറുത്ത് ചേർക്കുന്നതാണ് നല്ലത്. പിന്നെ ഇത് ഒരു 4-5 വെളുത്തുള്ളി, ഇതും കൂടെ ഇട്ടിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വറുക്കാം. ഫ്ലെയിം എപ്പോഴും മീഡിയമിൽ തന്നെ ഇടുക ആദ്യം. പിന്നീട് നമുക്ക് ഫ്ലെയിം കുറയ്ക്കണം. ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആവുന്നത് വരെ ഇങ്ങനെ വറുക്കാം. നമുക്ക് വറുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ പുളി, അതായത് പകുതി ഇത് തേങ്ങ മൂപ്പാവുമ്പോഴാണ് ഞാൻ പുളി ചേർക്കുന്നത്. ആ പുളി എടുത്തിട്ട് അതിലിങ്ങനെ പിച്ചി അതിലേക്ക് ഇടുക. ഇടുമ്പോൾ പുളിയും കൂടെ ഒന്ന് വറുത്തെടുക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ തേങ്ങ കരിഞ്ഞു പോകാതെ അത് വറുത്തെടുത്ത് അരച്ചെടുക്കുന്നതിലാണ് കറിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ തേങ്ങ വറുക്കുന്നതിൽ വളരെ ശ്രദ്ധിച്ച് തന്നെ വറുക്കണം. ആ ബ്രൗൺ, ഡീപ്പ് ബ്രൗൺ വേണ്ട. ആ കളർ നമുക്കറിയാലോ, വറുക്കുന്ന ആ ബ്രൗൺ കളർ വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. നമുക്ക് ഇത് ഏകദേശം ആയി വന്നിരിക്കുകയാണ്. എനിക്ക് ഫ്ലെയിം ഓഫ് ആക്കാറായി. നല്ല ബ്രൗൺ കളറായി. അപ്പോഴും ഞാൻ ഈ ഫ്ലെയിം ഓഫാക്കും. ഓഫാക്കിയിട്ട് ആ ചൂടിൽ തന്നെ ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പോഴത്തേക്ക് അത് കറക്റ്റ് പാകമാവും. എന്നിട്ട് നമുക്കിതിനെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം, അത് തണുക്കാനായിട്ട്. അതിലേക്കിട്ട് ഒന്ന് നിരത്തി വെച്ചേക്കുക. അപ്പോഴത്തേക്ക് അത് തണുത്ത് വരും. അത് അവിടെ ഇരുന്ന് തണുക്കട്ടെ. തണുക്കുന്ന സമയത്തേക്ക് നമുക്ക് കറിക്ക് ആവശ്യമായി പച്ചക്കറി അരിയാം. അതായത് ഞാൻ 2 മുരിങ്ങക്കായ എടുത്തു. അതിനെ ഒന്ന് നീളത്തിൽ അരിഞ്ഞു വയ്ക്കുക. പിന്നെ അതിൻ്റെ കൂടെ 3 തക്കാളി, 2 പച്ചമുളക്, കുറച്ച് ചെറിയ ഉള്ളി വൃത്തിയാക്കിയത്. ഇത്രയാണ് നമുക്ക് വേണ്ടത്. അത് ഇങ്ങനെ അരിഞ്ഞെടുത്ത് വെച്ചിട്ട് ഞാൻ ചട്ടിയിലാണ് തയ്യാറാക്കുന്നത്. ചട്ടി ചൂടായപ്പോൾ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുക. എന്നിട്ട് ചെറിയ ഉള്ളിയും മുരിങ്ങക്കായ അരിഞ്ഞതും പച്ചമുളകും കൂടെ നമുക്ക് ആദ്യം ചേർക്കാം. ആദ്യം അതിനെ ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കുക. ഒരു 2 മിനിറ്റ് അതിനെ നന്നായിട്ടൊന്ന് ഇളക്കണം. ആ എണ്ണയുമായിട്ട് ഇത് പിടിച്ച് ഉള്ളിയുടെ ഒരു നീരിറങ്ങി വരാൻ പാകത്തിന് ആ ഉപ്പും കൂടെ നമ്മൾ ആ ഈ ഘട്ടത്തിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഉപ്പും ഉള്ളിയും കൂടെ ചേർന്ന് മിക്സായി അതിൻ്റെ നീരിറങ്ങി വരും. അതിന് നമ്മൾ നന്നായിട്ട് ഒന്ന് ഇളക്കി ചേർത്തിട്ട് നമുക്കതിനെ വേകാനായിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം. ഫ്ലെയിം നമ്മളങ്ങ് സിമ്മിലോട്ട് മാറ്റിയിട്ട് അടച്ചു വയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തിട്ട് അത് ഒരു അരപ്പരുവത്തിലേക്ക്, അതായത് പകുതി വേവിലേക്ക് എത്തുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സാക്കുക. എന്നിട്ട് നമ്മളതിനെ അടച്ചു വയ്ക്കുക. അത് വേവട്ടെ. ആ വേവുന്ന സമയത്തിന് നമ്മൾ വറുത്ത് വെച്ച തേങ്ങ തണുത്തിട്ടുണ്ടാവും. നമുക്ക് മിക്സിയിൽ അരയ്ക്കാം. ആദ്യം വെള്ളം ചേർക്കാതെ ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കണം. നന്നായിട്ട് മാക്സിമം പൊടിയുന്ന അത്രയും വെള്ളം ചേർക്കാതെ പൊടിക്കണം. ഇതെല്ലാം ഞാൻ മിക്സിയുടെ ബൗളിലേക്കിട്ട് ഒന്ന് പൊടിക്കാൻ കൊണ്ടുപോവുകയാണ്. പൊടിച്ചെടുത്തിട്ട് വരാം. പൊടിച്ചെടുത്തിട്ട് വന്നിട്ട് നമുക്കിതിൽ 1-2 കാര്യങ്ങളും കൂടെ ചേർക്കണം. അതെന്താണെന്ന് ഞാൻ പറയാം. നമുക്കാദ്യം ഇതിനെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഈ പൊടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് എത്രത്തോളം പൊടിക്കാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ പിന്നെ വെള്ളം ഒഴിച്ചരയ്ക്കുമ്പോൾ നമുക്കത് കുറച്ച് എളുപ്പമാവും. ആദ്യം ഞാൻ എനിക്ക് പൊടിക്കാൻ പറ്റുന്ന അത്രയും ഈ പരുവത്തിൽ പൊടിച്ച് കിട്ടി. പിന്നീട് ഞാൻ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ടു. ഞാൻ വറുത്ത ഘട്ടത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ലായിരുന്നു. നിങ്ങൾക്ക് വറുക്കുന്ന ഘട്ടത്തിൽ മഞ്ഞൾപ്പൊടി ഇടാം. ഞാൻ അപ്പോഴും വിട്ടുപോയതാണ്. ഞാൻ മഞ്ഞൾപ്പൊടി ഈ ഘട്ടത്തിലാണ് ചേർത്തത്. അതും കൂടെ ചേർത്തിട്ട് പിന്നെ വെള്ളം ഒഴിച്ച് അരയ്ക്കണം. ഈ പരുവത്തിന് നമുക്ക് അരച്ചെടുക്കാം. ആ അരപ്പ് മാറ്റി വെച്ചിട്ട് നമുക്ക് അടപ്പ് തുറന്ന് മുരിങ്ങക്കായും തക്കാളിയും ഒന്ന് ഇളക്കാം. അപ്പോഴത്തേക്ക് അത് ഏകദേശം വേവായിട്ടുണ്ടാവും. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതുപോലെ ചേർത്ത് കൊടുത്ത് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായി അതിൻ്റെ കൂടെ ഈ മുരിങ്ങക്കായും തക്കാളിയും എല്ലാം കൂടെ കുറച്ചുകൂടെ വെന്ത് അരപ്പുമായി മിക്സ് ആവണം. അതിന് പാകത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി പോരാത്ത ഉപ്പ് നോക്കിയിട്ട് നമുക്ക് പോരാത്ത ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്തിട്ട് അതിനെ ഒന്ന് ഇളക്കി അടച്ചു വയ്ക്കാം വേവാനായിട്ട്.
ഞാൻ ഈ ഘട്ടത്തിലാണ് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തത്. ഉപ്പ് കുറവായിരുന്നു, അതും കൂടെ ചേർത്ത് ഞാൻ ഇളക്കിയിട്ട് അതിനെ ഒന്ന് വേവാനായിട്ട് അടച്ചു വയ്ക്കുക. അത് ഇടയ്ക്കിടയ്ക്ക് അടച്ചു വെച്ചിരുന്നാലും നമ്മൾ 2 മിനിറ്റ് ഇടവിട്ട് തിള വരുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മുടെ ഗ്രേവിയുടെ കറക്റ്റ് പരുവമാകുമ്പോൾ ഇതിൽ എണ്ണ തെളിഞ്ഞ് മേല് വരും. കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ട് തെളിഞ്ഞൊരു കണ്ടില്ലേ, ഇതേപോലെ വരും. അപ്പോഴത്തേക്ക് നമുക്ക് ഒന്നും കൂടെ ഇളക്കി എടുത്തിട്ട് നമുക്കിതിനെ ആവശ്യത്തിനുള്ള ഗ്രേവി കുറുകി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഞാൻ ഫ്ലെയിം ഓഫാക്കി കഴിഞ്ഞു. ഇതിനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചാൽ മാത്രം മതി. കറി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല റെഡിയായിരിക്കുകയാണ്. ഇനി നമ്മൾ സാധാരണ കടുക് താളിക്കുന്ന പോലെ തന്നെ കടുകും ഉള്ളിയും മുളകും കറിവേപ്പിലയും കൂടെ വറുത്ത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് നല്ല ടേസ്റ്റിനുള്ള മുരിങ്ങക്ക തീയലായി. തീയൽ നമ്മൾ മലയാളികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കറിയാണ്. പണ്ട് കാലം തൊട്ടേ ഉണ്ടാക്കുന്ന കറിയാണ്. ചോറിന് ഒരു തീയലുണ്ടെങ്കിൽ മറ്റൊന്നിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണേ. ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.